കടലിന്റെ പശ്ചാത്തലത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്, ഒരു ഗംഭീര സിനിമയാണ് അമരം. എന്നാൽ ഇതേ പശ്ചാത്തലത്തിൽ മമ്മൂട്ടി അഭിനയിക്കേണ്ടിരുന്ന വേറെ ഒന്ന് രണ്ട് സിനിമകളുണ്ട്. അതിൽ ഒരു സിനിമയെ കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അരയൻ പത്രോസ് എന്ന ഒരു പേരിൽ ഒരു സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ അന്ന് അമരം ഇറങ്ങിയ കാരണം ആ ഒരു സിനിമയുടെ കഥയെ ഒരു മാറ്റി, ഒരു മുക്കുവൻ എന്നുള്ള കഥാപാത്രം മാറ്റി ഒരു വേറൊരു മുതലാളി കഥാപാത്രമാക്കി ആ പശ്ചാത്തലത്തിൽ ചെയ്തു. അതായിരുന്നു പിന്നീട് കിഴക്കൻ പത്രോസ് ആയത്. ഇതുപോലെ തന്നെ മറ്റൊരു സിനിമ, ഒരു കടലിന്റെ ഒരു പശ്ചാത്തലമാണ്, ഒരു റിവഞ്ച് ഡ്രാമ. ആ ഒരു സിനിമയുടെ പേരായിരുന്നു കടൽ. അത് ശരിക്ക് IV ശശി സംവിധാനം ചെയ്യേണ്ടിരുന്ന സിനിമയായിരുന്നു. IV ശശി മമ്മൂട്ടി ഒരുപാട് സിനിമകൾ, അതായത് മമ്മൂട്ടി എന്ന നടനെ ആദ്യമായിട്ടൊരു നായകതുല്യമായിട്ടുള്ള ഒരു വേഷം തൃഷ്ണ എന്നൊരു സിനിമയിലൂടെ കൊണ്ടുവന്നത് IV ശശി തന്നെയാണ്. അല്ലെങ്കിൽ അഭിനയിപ്പിച്ച് മമ്മൂട്ടിക്ക് ഒരു പേരെടുത്ത് കൊടുത്ത ആളാണ്. പിന്നീട് ഒരുപാട് സിനിമകൾ IV ശശി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻസ്പെക്ടർ ബലറാം എന്നൊരു സിനിമ 1991 മമ്മൂട്ടി നായകനാക്കി IV ശശി ചെയ്തിട്ടുണ്ട്. ആവനാഴിയുടെ തുടർഭാഗമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ടായിരുന്നു. അത് ആ ഒരു കാലഘട്ടത്തിലെ ഒരു ന്യൂസ് പേപ്പർ കട്ടിക്കണ്ട് ഇപ്പൊ അതൊരു സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ലിബർട്ടി ബഷീർ എന്ന പ്രൊഡ്യൂസർ, അദ്ദേഹം കുറെ സിനിമകൾ അനൗൺസ് ചെയ്തതിന്റെ കൂട്ടത്തിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. IV ശശി സംവിധാനം ചെയ്യുന്നു, മമ്മൂട്ടി നായകനാകുന്നു, സിദ്ദിഖ് ഷമീർ എഴുതുന്നു. ആക്ച്വലി സിദ്ദിഖ് ഷമീർ എന്ന എഴുത്തുകാരൻ, അദ്ദേഹം കുറെ നോവലുകളും കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കടൽ എന്നുള്ള ഒരു കഥ, അതിലെ ബാപ്പുട്ടി എന്നൊരു കഥാപാത്രം ഒരു റിവഞ്ച് ഒരു കഥയാണ്. ഇതാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ആ ഒരു സിനിമ അന്ന് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇതേ കഥ പിന്നീട് സിദ്ദിഖ് ഷമീർ തന്നെ ഡയറക്ട് ചെയ്തു. കഥ സംവിധാനം സിദ്ദിഖ് ഷമീർ, തിരക്കഥ സംഭാഷണം കലൂർ ഡെന്നീസ്. ആ ഒരു സിനിമയുടെ പേര് തന്നെയാണ് കടൽ. അതിൽ അഭിനയിച്ചത് ബാബു ആന്റണി ആയിരുന്നു. അതിൽ വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. അതിൽ ചാർമിളയാണ് അതിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ കടലൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആ സിനിമയൊക്കെ ഇറങ്ങുന്നത്. അന്ന് ബാബു ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഹരമായിരുന്നു. അന്ന് ബാബു ആന്റണിയെ പോലെ മുടി വളർത്തുക, ബാബുവിനെ പോലെ ആക്ഷൻ ചെയ്യാൻ പറ്റണം എന്നൊക്കെ അന്ന് ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ് ഞാനൊക്കെ. ഇത് 93 മുതൽ ഒരു 95 വരെ ശരിക്കും ഒരു 2-3 വർഷം ബാബുവിന് ഒരു സ്റ്റാർ തന്നെയായിരുന്നു. അന്ന് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി കഴിഞ്ഞാൽ ഒരു ജയറാമിനോടൊപ്പം തന്നെ, ജയറാമിനെക്കാട്ടും മുകളിലായിരുന്നു എന്ന് പറയാം പ്രതിഫലത്തിന്റെ കാര്യത്തിൽ. ബാബുവിന്റേതായ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് കടൽ. കടൽ എനിക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു റിലീസ് ഡേറ്റോ കാര്യങ്ങളോ ഓർമ്മയില്ല. പക്ഷെ 94 എന്നൊരു വർഷം മെയ് മാസമോ ജൂൺ മാസമോ ആണ് ആ ഒരു സിനിമ ഇറങ്ങിയത്. പക്ഷെ അത് അന്ന് ബാബുവിനിയുടെ മറ്റൊരു സിനിമകൾ പോലെ, അല്ലെങ്കിൽ ഒരു ദാദ പോലെയോ, അല്ലെങ്കിൽ ഒരു ഗാന്ധാരി പോലെയോ, ഒരു ഉപ്പുകണ്ടം ബ്രദേഴ്സ് പോലെയോ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പോലെ ഒരു വലിയ സൂപ്പർ ഹിറ്റ് അല്ല. പക്ഷെ ഒരു ആവറേജ് പോയ ഒരു സിനിമയാണ്, ഒരു റിവഞ്ച് സിനിമ എന്ന് പറയാം. അത് ഇപ്പോഴും ഇടയ്ക്ക് TV വരാറുണ്ട്. യൂട്യൂബിൽ ആ ഒരു സിനിമയുണ്ട്. അതില് ആ ഒരു സിനിമ എനിക്ക് ഇപ്പോഴും ഓർമ്മ, അന്ന് കേബിൾ TV അന്ന് സിനിമകൾ ഇടും. അന്ന് സിനിമ കാണണമെങ്കിൽ കാസറ്റ് എടുക്കണം, പിന്നെ കേബിൾ TV അങ്ങനെ കേബിൾ TV ഈ ഒരു സിനിമ വന്നപ്പോൾ ഒരു രാത്രി എത്ര പേര്, ഞാൻ എൻ്റെ ഒരു ഓർമ്മയാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു മെമ്മറിയാണ്, നിങ്ങൾ എത്ര പേർക്ക് ആ ഒരു അനുഭവം ഉണ്ടാവും എനിക്കല്ല. അന്ന് കേബിൾ TV വന്ന സമയത്ത് രാത്രി 9 മണിക്ക് അവരൊരു സിനിമ ഇടും. ഇതേ സിനിമ അവർ പിറ്റേ ദിവസം ഉച്ചയ്ക്കും ചിലപ്പോൾ റിപ്പീറ്റ് ഇടും. അപ്പൊ അന്ന് രാത്രി ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് കറണ്ട് പോയി, അത് കാരണം ഫുള്ള് കാണാൻ പറ്റില്ല. പിന്നീട് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ആ ഒരു സിനിമ ഞാൻ കണ്ടത്. എനിക്ക് അങ്ങനെ ഒരു മെമ്മറി ഈ ഒരു സിനിമയെ കുറിച്ചുണ്ട്. എന്തായാലും പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ശേഷമാണ് അറിയണത്, ഇങ്ങനെ പഴയ ന്യൂസൊക്കെ സ്പ്രെഡ് ആയപ്പോഴാണ് അത് മമ്മൂട്ടി ചെയ്യാനിരുന്നിരുന്ന ഒരു കഥയായിരുന്നു. എന്തായാലും അത് സംഭവിച്ചില്ല. അത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക് ചെയ്യാൻ മാത്രം ഉണ്ടായിരുന്നോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ബാബു ആന്റണി വന്നു, ബാബു ആന്റണിയുടെ ഒരു സിനിമ ചെയ്തു, അത് ആ ഒരു രീതിയിൽ പോയി. പക്ഷെ കുറച്ചുകൂടി സ്ക്രിപ്റ്റ് ഒക്കെ നന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ സൂപ്പർ ഹിറ്റ് ആവുമായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ നിങ്ങളൊന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? ഇനി അഥവാ അല്ലെങ്കിൽ നിങ്ങളത് കാസ്റ്റ് ആണോ കണ്ടത്? നിങ്ങൾക്ക് ആ ഒരു സിനിമയെ കുറിച്ചുള്ള ഓർമ്മകൾ, ഇനി അഥവാ മമ്മൂട്ടി ആയിരുന്നു ആ ഒരു വേഷം ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക.